ക്രൈസ്തവ മിഷനറിമാർക്കും കന്യാസ്ത്രീകൾക്കും സ്വാഗതം പറയാനാണ് ഈ ഒരു വീഡിയോ. നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയമാണ് കന്യാസ്ത്രീകൾ. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു സംഭവം വളരെയധികം വിവാദമാവുകയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഈ ഹൈന്ദവ തീവ്ര ഗ്രൂപ്പുകൾ VHPയും അതുപോലെയുള്ള സംഘപരിവാർ ഹാൻഡിലുകളൊക്കെ TP സെൻകുമാറിനെ പോലെയുള്ള മുൻ പിന്നെ പോലീസ് DGP അടക്കമുള്ള ആളുകളടക്കം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളോട് അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറിമാരോടൊക്കെ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഹിന്ദു ഏരിയകളിലും മാത്രം നിങ്ങൾ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്നു, കന്യാസ്ത്രീകളുടെ പ്രവർത്തനം നടത്തുന്നു, മുസ്ലിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്താണ് പോവാത്തത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിലുള്ള ഒന്നാമത്തെ മറുപടിയാണ് നമ്മൾ പറഞ്ഞത്, സ്വാഗതം. നിങ്ങൾക്ക് സ്വാഗതം ഓൾറെഡി അവർ വരാറുണ്ട്, വീണ്ടും സ്വാഗതം പറയാണ് മുസ്ലിങ്ങളുടെ അടുത്തേക്ക്. കാരണം ആശയപരമായ ചർച്ചകൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നതും പരസ്പരം ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങളുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ എപ്പോഴും മതപരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഫിലോസഫിക്കലായ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു താല്പര്യം പലപ്പോഴും കാണും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ, ഏകദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ, ത്രിയേകത്വത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വാഗതം ചെയ്യാൻ ഒരു മതപരമായ കാരണമുള്ളത്. കാരണം ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിൽ ഈ അഹ്ലുൽ കിതാബുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും വേദക്കാരായിട്ട് ക്രൈസ്തവർ, അതേപോലെ ജൂതന്മാർ, ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു നമ്മളോട് പറയാൻ വേണ്ടി പറയുന്ന ഒരു സംഗതിയുണ്ട്. തആലോ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കും നിങ്ങൾക്കിടയിൽ കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയുന്ന ആശയം. വരൂ എന്നുള്ളത് തന്നെയാണ് താലോ നിങ്ങൾ വരൂ എന്ന് നമ്മൾ വിളിക്കണം എന്നാണ്. അപ്പോൾ അവർ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വന്നപ്പോൾ അവരുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ നജറാനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് പ്രധാനമായിട്ട് ക്രൈസ്തവ പ്രദേശമായിട്ടുണ്ടായിരുന്നൊരു സമൂഹം. ഇത് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇപ്പോൾ ജൂതന്മാർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും ചോദിക്കുന്നത്, അതേപോലെ ഖബർ ശിക്ഷയെക്കുറിച്ച് ജൂതന്മാർ ചോദിക്കുന്നതും, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ഖബർ ശിക്ഷയെക്കുറിച്ചൊക്കെ ജൂതന്മാർ പറയുന്നുണ്ട്, അത് ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉണ്ട്, അത് പറഞ്ഞത് സത്യമാണ് എന്ന്. അപ്പോൾ ഈ ചർച്ചകൾ എപ്പോഴും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതാണ് ഈ ഹദീസുകളിൽ നിന്നും അതേപോലെ വിശുദ്ധ ഖുർആൻ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൽ പൊതുവെ ഈ ഹൈന്ദവ തീവ്ര ഗ്രൂപ്പുകളിൽ നിന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം പരിചയമില്ല. കാരണം അവർ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ മതം മാറ്റം എന്നുള്ളത് തന്നെ ഇപ്പം കൊടിഞ്ഞി ഫൈസൽ, അതുപോലെ തന്നെ തിരൂര് യാസർ, ഇങ്ങനെ ആരെങ്കിലും മതം മാറുമ്പോഴേക്ക് അവരെ കൊല്ലുക, ഇതൊക്കെയാണ് അവരാ രൂപത്തിലാണ് കാണുന്നത്. ഒരാൾ ഞങ്ങൾ ഇന്ന് പോകുന്നു എന്നുള്ള അവരെ കൊല്ലുക എന്നുള്ളതൊക്കെയാണ് ഇൻസെക്യൂരിറ്റി. കാരണം വെച്ചാൽ എപ്പോഴാണ് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവുക, നമുക്കൊരു ആശയമുണ്ട്. ഇപ്പം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, എന്നോടിപ്പം ഞാനൊരു മുസ്ലിമാണ്, എന്നോടിപ്പം മുസ്ലിം വന്നിട്ട് ക്രൈസ്തവത സംസാരിച്ചാൽ കോട്ടെ, നിങ്ങളുടെ ആശയം പറയൂ, അപ്പോൾ ഇന്ന കാര്യങ്ങളാണല്ലോ, അതിൽ ഇന്ന പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണല്ലോ, ചർച്ച ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഒരാശയം കൃത്യമായി ഇല്ലാതിരിക്കുകയും മറുഭാഗത്ത് നിന്ന് എന്തോന്ന് വരികയും ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴാണ് എന്ത് ചെയ്യുക, ഭയങ്കരമായി ഇൻസെക്യൂറായി ആരെങ്കിലൊക്കെ ഒന്ന് ക്ഷണിക്കുമ്പോഴേക്ക് ഒരു പാലും മുട്ടയും തരിക എന്നൊക്കെ പറയില്ല, ഒരു പാലും മുട്ടയും കിട്ടുമ്പോഴേക്ക് നമ്മളങ്ങോട്ട് പോവോ, നമ്മുടെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ആകെ ഒരു പേടി ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആരെങ്കിലും മതം മാറുമ്പോഴേക്ക് കൊടിഞ്ഞി ഫൈസലിനൊക്കെ പോയി കൊന്നതുമാതിരി കൊല്ലുക, അതൊക്കെ ചെയ്യുക, അതൊക്കെ വളരെ എന്താ പറയുക, തീരെ ആളുകൾ വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള വർഗീയത ഉണ്ടാക്കുക, ഇപ്പം കന്യാസ്ത്രീകളെ മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ച് കളയും, ഇനി ഉത്തരേന്ത്യയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല, ബജ്രംഗ് ദൾ ഇനിയും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് പകരം ഇത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇത് വീട്ടിൽ പോയിട്ട് ക്ഷണിക്കാൻ പറ്റുന്നില്ല. ഇതിന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എല്ലാവർക്കും അവരുടെ ആശയങ്ങളൊക്കെ യൂട്യൂബിലൂടെയും ഒക്കെ സംസാരിക്കുന്ന ഒരു കാലമാണ്. ഇതൊന്നും തടയാൻ പറ്റൂല, ആശയപരമായ ചർച്ചകൾ തടയാൻ പറ്റൂല. അപ്പോൾ നിങ്ങളിനി ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ മിഷണറിമാരെയൊക്കെ മൊത്തം തടഞ്ഞ് അവരെ കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്താലും ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ ആളുടെ കയ്യിൽ, അപ്പോൾ അതുവഴിയൊക്കെ ആശയം ആളുകളിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ആകെ പ്രയാസപ്പെടുന്നതിന് പകരം ചെയ്യേണ്ട ഒരു കാര്യം,
നിങ്ങൾക്കൊരു ആദർശം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഒരു മതം അല്ലെങ്കിൽ സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമൊക്കെ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. അതിനെ പോസിറ്റീവായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഈ പിന്നെ ഹിന്ദുത്വം പഠിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർ അങ്ങനെയാണ്, കന്യാസ്ത്രീകളെ കൊല്ലണം തല്ലണം, പിന്നെ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അവർ ആഭ്യന്തര ശത്രുക്കളാണ്, അങ്ങനെയല്ല പഠിപ്പിക്കുക. മറ്റുള്ളവരെ കുറിച്ചല്ല പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആദർശം പഠിപ്പിക്കൂ. അത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി മഹത്തായ ഒരു ധർമ്മം ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക. അപ്പോൾ അത് പഠിപ്പിച്ച് അത് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും തൃത്വം പറഞ്ഞു വന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കന്യാസ്ത്രീകൾ വന്നാൽ അല്ലെങ്കിൽ പാലും മുട്ടയും കൊടുത്താൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങളുടെ മതം അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മം എന്താണോ നിങ്ങൾക്കുള്ള ആശയം അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ മുസ്ലിങ്ങളിലേക്ക് വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. മുസ്ലിങ്ങളിലേക്ക് വളരെ ആസൂത്രിതമായി തന്നെ മിഷനറിമാർ വന്ന ചരിത്രം നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതെ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആദ്യം എഴുതിയത് ഒരു മുസ്ലിം അല്ല, ഒരു ക്രിസ്ത്യൻ മിഷനറിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹെർമൻ ഗുണ്ടർട്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന മഹാമത ചരിതം എന്നാണ് തോന്നുന്നത്. മഹാമത ചരിതം എഴുതിയ ഹെർമൻ ഗുണ്ടർട്ട്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ മിഷനറിയാണ്. ഇവിടെ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ മഹാമത ചരിതം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു മിഷണറി കാഴ്ചപ്പാടിൽ നിന്ന് എഴുതിയതാണ്. സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുസ്ലിങ്ങൾ നീചമെന്ന് കരുതുന്ന ഒരുപാട് എലമെൻറ്റ്സ് ആ ഗ്രന്ഥത്തിലുണ്ട്. അവിടെ ആ ഒരു ജീവചരിത്രത്തിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ ചെയ്തത്. അതിനോട് ഇന്റലക്ച്വലി എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ ചെയ്തത്. ഇപ്പോൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ അദ്ദേഹത്തിൻ്റെ നബി നാണയം എന്ന് പറയുന്ന ഗ്രന്ഥം അതിനുള്ളൊരു മറുപടിയായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ മർക്കസുൽ ബിഷാറ എന്ന പേര്, നമ്മൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് എന്തോ ഒരു മറ്റേ ഇപ്പം മർക്കസ് സഖാഫത്ത് സുന്നിയ എന്നൊക്കെ പറഞ്ഞ പോലെ മർക്കസുൽ ബിഷാറ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന പ്രത്യക്ഷത്തിൽ ഇതേതോ മുസ്ലിം സ്ഥാപനമാണ് എന്നാണ്. പക്ഷെ മുസ്ലിം സ്ഥാപനമല്ല, മുസ്ലിങ്ങളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറി സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു പ്രത്യേക മർക്കസുൽ ബിഷാറ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒരു മുസ്ലിം വേഷധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം, അറബി മലയാളത്തിലുള്ള ലഘുലേഖകൾ, ഇതൊക്കെ കൊണ്ട് വളരെ വ്യാപകമായി റോളൻ ഡി മില്ലറിന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഫാദർ അലവിയെ വളരെ ചെറുപ്പത്തിൽ ഇയാൾ ഏറ്റെടുക്കുകയും അങ്ങനെയാണ് ഒരു മുസ്ലിങ്ങളിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നില്ല ഇവർക്ക്. ഇപ്പം ഹൈന്ദവരിലേക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, പക്ഷെ മുസ്ലിങ്ങളിലേക്ക് ആക്സസ് കിട്ടുന്നില്ല. അങ്ങനെയാണ് ഒരു ചെറിയ കുട്ടിയെ എടുത്ത് വളർത്തി ആ രൂപത്തിൽ ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ വളരെ വ്യവസ്ഥാപിതമായി, ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നു, ആ കാലഘട്ടം തൊട്ട് പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യ, ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ വളരെ ആസൂത്രിതമായ മിഷനറി പ്രവർത്തനങ്ങളെ തന്നെ ഇന്ത്യയിലും കേരളത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയിലെ 1700-കൾ തൊട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വില്യം കാരിയെ പോലെയുള്ള ആളുകൾ കൊൽക്കത്തയിലേക്ക് വരികയും അവർ പിന്നെ ഈ പറഞ്ഞ സറാംപൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പ്രസ് സ്ഥാപിക്കുകയും അവർ നിരന്തരമായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തന ശ്രമങ്ങൾ നടത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ സറാംപൂരിലൊരു പ്രസ് സ്ഥാപിച്ച് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ പുസ്തകങ്ങൾ ഇവിടേക്ക് വരുത്തുകയും അതിനെ പരിഭാഷപ്പെടുത്തുകയും അത് ആളുകളിലേക്ക് പിന്നെ അച്ചടിക്കുകയാണ് അവരുടെ പ്രധാന പണി തന്നെ. അപ്പോൾ 1700-കൾ തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗാളി മുസ്ലിങ്ങളെ മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ മാത്രമല്ല ഹിന്ദുക്കളെ നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഒരുപാട് കുറച്ചാളുകൾ മാറുന്നു, മുസ്ലിങ്ങളെ പക്ഷേ ഇവർക്ക് മതം മാറ്റാൻ കഴിയുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പം എന്തുകൊണ്ട് കൂടുതൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ ചരിത്രത്തിൽ അവർ പഠിച്ചൊരു കാര്യമാണ്. കാരണം മുസ്ലിങ്ങളെ കൂടുതൽ ടാർഗറ്റ് ചെയ്തതുകൊണ്ട്, മുസ്ലിങ്ങളിലേക്ക് കൂടുതൽ പോയതുകൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല. പിന്നെ റിസൾട്ട് ഇല്ലാത്തൊരു പണിക്ക് കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് ഉണ്ടാവുന്നു എന്ന് അവർ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ കൂടുതൽ മുസ്ലിങ്ങളുടെ പിന്നാലെ വരാതിരിക്കാൻ കാരണം. ശരിയാണ്, ഇപ്പം മുസ്ലിം പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളിലേക്ക് പോകുന്നത് കുറവാണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പിന്നെ എന്താ പറയുക, മുസ്ലിങ്ങളിലേക്ക് പോകാൻ പേടി ആ രൂപത്തിലല്ല, മറിച്ച് അത് അവരുടെ ചരിത്രത്തിൽ നിന്ന് അവർ പഠിച്ചൊരു കാര്യമാണ്. 1700-കൾ തൊട്ടേ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രസ് സ്ഥാപിച്ചുകൊണ്ട് പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ട് പിന്നെ ആ പുസ്തകം വളരെ പ്രസിദ്ധമായിട്ടുള്ള പിന്നെ മീസാനുൽ ഹക്ക് എന്ന് പറയുന്നൊരു പുസ്തകം, ഇസ്ലാം വിമർശന ഗ്രന്ഥം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് തന്നെ ഇറങ്ങുന്നുണ്ട്. അവിടെയാണ് പിന്നെ പ്രശസ്ത പണ്ഡിതനായിട്ടുള്ള പിന്നെ റഹ്മത്തുള്ള കിരാനവി അതിനുള്ള മറുപടി ആയിട്ടുണ്ട് ഇൽഹാറുൽ ഹക്ക് എഴുതുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിലെ ചരിത്രം പറഞ്ഞു, മഹാബദ ചരിത്രത്തിന് നബി നാണയം എഴുതിയതുപോലെ അവിടെ മീസാനുൽ ഹക്കിന് ഇൽഹാറുൽ ഹക്ക് ഇറക്കണം. അപ്പോൾ മുസ്ലിങ്ങൾ അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പിന്നെ മഹാമത ചരിത്രത്തിന്
നബി നാണയം, മീസാനുൽ ഹക്കിന് പിന്നെ ഇൽഹാറുൽ ഹക്ക്, അങ്ങനെ ഇൻ്റലക്ച്വലി അതിനെ ആശയപരമായി എതിർക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബംഗാളി മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കരമായി ഇസ്ലാം അത്രയും പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാരൊന്നല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമിക ധാരണകൾ തന്നെ വളരെ കുറവുള്ള ആൾക്കാരാണ്. പക്ഷെ അവരിലേക്ക് പോലും വളരെ എല്ലാ നിലക്കുമുള്ള ബംഗാളി മുസ്ലിങ്ങളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ബംഗാളി മുസ്ലിങ്ങളെ കുറിച്ച് സൂചിപ്പിക്കേണ്ട ഈ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ മനു എസ് പിള്ളൈ ആ ചരിത്രം പറയുന്നുണ്ട്. മിഷണറിമാർ വന്ന ചരിത്രം, എങ്ങനെയാണ് ഹിന്ദുത്വ ആശയങ്ങൾ രൂപപ്പെടുന്നത്, എങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് നമുക്കും ഇതിനൊരു പ്രതിരോധമാണെന്നൊരു സെൻസ്, അത് ശരിക്കും ബ്രിട്ടീഷുകാരാണ് ഇവരിൽ ഇൻജെക്ട് ചെയ്തതെന്നൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം പറഞ്ഞല്ലോ, ഈ ബംഗാളി മുസ്ലിങ്ങൾക്ക് മതപരമായിട്ടുള്ള ധാരണ അത്യാവശ്യം ഇല്ലാത്തവരായിരുന്നു. അവരെ കുറിച്ച് പറയേണ്ടത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ പലരും ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു വന്നത്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും അവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ ഹിന്ദു നിയമങ്ങളെയായിരുന്നു പിന്തുടർന്നിരുന്നതെന്ന് പറയുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. അപ്പം അത്രയും ഒരു മതപരമായിട്ട് അത്രയും അറിവ് കുറവുള്ള ആളുകളെ പോലും എന്ത് ചെയ്യുന്നില്ല, അവിടെയാണ് പ്രസക്തി. എല്ലാവിധ പിന്നെ ഗവൺമെൻറ് മെഷീനറീസും എല്ലാ സൗകര്യങ്ങളും പണവും എല്ലാം ഉണ്ടായിട്ടും ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് വന്നിട്ടും ഈ ഒന്നും അല്ലാത്ത മനുഷ്യന്മാരെ കൺവേർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ മിഷണറിമാരൊക്കെ ഒരു പരിഭവം പോലെ പറയുന്നുണ്ട്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പൈസ ഉണ്ട്, അധികാരമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ടും നമുക്ക് ഈ ചങ്ങായിമാരെ മാറ്റാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. കാരണം മുസ്ലിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരം, അവരുടെ ഏറ്റവും ബേസ് നമ്മളെ സൃഷ്ടിച്ചൊരു പടച്ചോന്, അത് ആർക്കും മനസ്സിലാവുന്ന ഒരു ബേസിക് നോളജാണ്. അത് എല്ലാവർക്കും വളരെ സിമ്പിളായി പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഈ ലോകത്തെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചൊരു പടച്ചോൻ, ഏകനായ ഒരു പടച്ചോൻ. ഇങ്ങനെ അത് മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച, ഈസാ നബിയെ അതായത് യേശു ക്രിസ്തുവിനെ സൃഷ്ടിച്ച ഒരു പടച്ചോൻ, ആ പടച്ചോനെ മാത്രം ആരാധിക്കുക, ഇതാണ് അതിൻ്റെ ഒരു ബേസ്, തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദ് എന്നുള്ളത് എല്ലാ മുസ്ലിമും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയ ഒരാളുടെ അടുത്തേക്ക് പോയിട്ട് പിന്നെ ഏകദൈവമാണ്, പക്ഷെ ആ ഏകദൈവത്തിൽ 3 ആളത്വങ്ങളാണ്, ആ 3 ആളത്വങ്ങളും ഒറ്റ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കോംപ്ലക്സിറ്റി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വർക്കാവുന്നില്ല. മറ്റടുത്ത് പിന്നെ കുറച്ച് യേശുവിൻ്റെ സ്നേഹം അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ പോകാമെന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾ യേശു മഹാനായ പ്രവാചകനാണ്, ഈസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ ഖുർആനിലും ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഹിന്ദുക്കളിലേക്ക് പോകുമ്പോൾ ആ ഒരു രൂപത്തിലല്ല. അപ്പോൾ മുസ്ലിങ്ങളിലേക്ക് യേശുവിൻ്റെ സ്നേഹം പറഞ്ഞാൽ വളരെ സന്തോഷപൂർവ്വം മുസ്ലിങ്ങളത് ഏറ്റെടുക്കും. എന്നാൽ അതേ സമയത്ത് ഈ ദൈവശാസ്ത്രത്തിലേക്ക് വരുമ്പം 3 ആളത്തങ്ങൾ അത് ചേർന്ന ഒന്ന്, അങ്ങനെയുള്ളൊരു ഏകദൈവം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാക്കി ചിത്രീകരിക്കുക. അതാണ് മലയാളത്തിൽ മഹാമത ചരിത്രത്തിലൂടെയും പിന്നെ മീസാനുൽ ഹക്കിലൂടെയൊക്കെ അവർ ശ്രമിച്ചൊരു കാര്യം. മുഹമ്മദ് നബി മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുകയും, എന്നാൽ ഖുർആനിൽ പറഞ്ഞ ഈസാ നബി തന്നെയാണ് ഞങ്ങളുടെ പിന്നെ ബൈബിളിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ ഒരു ശ്രമമാണ് പിന്നെ നടക്കുന്നത്. അപ്പോൾ അവിടെയും എന്ത് ചെയ്യാണ്, ഇൽഹാറുൽ ഹക്ക് പോലെയുള്ള വളരെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ കൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവിടെ പ്രതിരോധം തീർക്കുകയും, ഏതുവരെ ചോദിച്ചാൽ ഇവർ ചോദിക്കണ്ടല്ലോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് എന്താ പോകാത്തത്, ആഗ്ര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ഏതാനും കുടുംബങ്ങൾ അവർ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മാത്രമല്ല, ഇപ്പൊ അക്ബർ ചക്രവർത്തിമാരെ പോലുള്ള അങ്ങനത്തെ ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിലേക്ക് വരെ ജസ്യൂട്ട് പാതിരിമാർ പോയിരുന്നു. ചരിത്ര രേഖകൾ വളരെ പ്രസിദ്ധമാണ്. ഇപ്പോൾ അക്ബർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ചർച്ചകളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. പക്ഷെ ഇതേ അക്ബറിനെ കുറിച്ച് ഒരു ജസ്യൂട്ട് പാതിരി പറയുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ആ ഗ്രന്ഥത്തിൽ തന്നെ ഉദ്ധരിക്കുന്ന ഒരുപാട് സോഴ്സുകളുണ്ട്. ആ സോഴ്സിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് എന്ന ഈ ഗ്രന്ഥത്തിലാണ് ഇതൊക്കെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് എന്താണ് ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ പരിചയപ്പെടുത്തി. പക്ഷെ അക്ബർ ചക്രവർത്തി ദൈവപുത്രനാണെന്ന് അംഗീകരിക്കണില്ല. ഞങ്ങൾ യേശുവിനെ ബഹുമാനിക്കുന്നു, പക്ഷെ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കില്ല. അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ ജസ്യൂട്ട് പാതിരി ഇങ്ങനെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല എന്നിട്ട് പിന്നെ സംവാദം വരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ. സംവാദങ്ങൾ നടക്കുകയാണ്. ഒരു രാജകൊട്ടാരത്തിൽ ഇതിന് സംവാദങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ് പല മുസ്ലിം ഭരണാധികാരികൾ. ആ രൂപത്തിലാണ് പിന്നെ അതിനുശേഷം നടക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ മിഷണറിമാർ വലിയ രൂപത്തിൽ ഇപ്പോൾ ഒന്ന് ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആചാരങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ വളരെ പ്രാകൃതമായ വിശ്വാസം എന്ന നിലക്കാണല്ലോ ഹിന്ദുക്കൾ. അതിന്റെ കൂടെ എത്രത്തോളം പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദു ഇതിനെ പരിഹസിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കോഴിക്കോട് സാമൂതിരിൻ്റെ അടുത്തൊരു പാതിരി ഇങ്ങനെ വന്നിട്ട്, ഇതൊക്കെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, പാതിരിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളൊരു സാത്താനയല്ലേ സേവിക്കുന്നത്, എന്തോ ഒരു പേര് അവരവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഈ മിഷണറിമാർ.
ഒരു ചെകുത്താൻ, എന്നിട്ട് അവരൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂറോപ്പിൽ ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇവരെന്തോ ചെകുത്താൻ സേവകരാണെന്ന രൂപത്തിലാണ് ഹിന്ദു മതത്തിനെ അവർ അവതരിപ്പിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ പിന്നെ ഹിന്ദു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അടക്കം വലിയ രൂപത്തിൽ പരിഹസിക്കുന്നു. മറുഭാഗത്ത് പിന്നെ മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം വളരെ നീചമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഈ പിന്നെ ആശയപരമായ ഡിസ്കോഴ്സുകൾ നമുക്ക് ആവാം, പക്ഷേ നീചമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിക്കുന്ന അവസ്ഥ വരെ എത്തുന്നു. അങ്ങനെ അവിടെ ഒരു ജനകീയമായ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണ് കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്നിട്ട് അത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് വരെ എത്തുന്നുണ്ട്. എന്നിട്ട് അവസാനം സംഭവിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള ഇവരുടെ കുറച്ച് MP-മാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് മിഷണറിമാർക്ക് ഇന്ത്യയിൽ പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുറച്ച് ലിമിറ്റേഷൻ വരുത്താൻ ശ്രമിച്ചിരുന്നു മിഷണറി പ്രവർത്തനങ്ങൾക്ക്, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടി മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാം എന്ന ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാവുന്നത് എന്തിന്റെ പേരിലാണ്? ഈ പറഞ്ഞ മുഹമ്മദ് നബിയെ അപമാനിച്ച അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മിഷണറിമാർക്കുള്ള പ്രോത്സാഹനം എന്നുള്ള കൊളോണിയൽ പ്രൊജക്ടിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാത്രമല്ല ഉണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ഡച്ചുകാരുടെ കാലത്തൊക്കെ ഇതൊരു കൊളോണിയലിസത്തിന്റെ വലിയൊരു ഒരു പ്രൊജക്റ്റ് ആയിരുന്നു മിഷണറിമാരെ വിട്ടിട്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നമ്മൾ പ്രാദേശികമായ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഇവരുടെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരാക്കി മാറ്റണമെങ്കിൽ അവരുടെ സംസ്കാരത്തെ മുഴുവൻ മാറ്റണം. ഇപ്പം ഇന്ന് നമ്മൾ ഇമ്പീരിയലിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ നിയോ ഇമ്പീരിയലിസം ഒക്കെ പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. സംസ്കാരത്തെ മുഴുവൻ മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരുടെ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യണം. അപ്പോൾ ആ കൊളോണിയൽ പ്രൊജക്ടിന്റെ ഭാഗം കൂടിയായിരുന്നു മിഷനറി പ്രവർത്തനങ്ങൾ. അങ്ങനത്തെ ഒരു വശം കൂടി നമ്മൾ അത് വളരെ വ്യാപകമായി ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്നുള്ള ആൾക്ക് വലിയ എഫേർട്ടുകൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇസ്ലാം വിമർശനത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് പണ്ഡിതന്മാരെ അടക്കം അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാമ്പ് ചെയ്ത് പുസ്തകങ്ങൾ എഴുതിപ്പിച്ച് ലഘുലേഖകൾ എഴുതിപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ ഫാദർ അലവിയും മർക്കസുൽ ബിഷാറയൊക്കെ കേരളത്തിലടക്കം സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതിനോട് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, വളരെ ആശയപരമായി അതിനോട് വിയോജിച്ചു. സനാഉല്ലാ മക്തി തങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, അദ്ദേഹം സർക്കാർ ഉദ്യോഗം രാജിവെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് ഇവരെ മിഷനറിമാർ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിനെ ഇൻ്റലക്ച്വലി അതിനെ എതിർക്കാൻ സർക്കാർ ഉദ്യോഗം രാജിവെച്ചിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഹൈന്ദവതയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അന്ന് അദ്ദേഹം മിഷനറിമാരെ എതിർക്കുമ്പോൾ ഹിന്ദു മതത്തെയും ഇസ്ലാം മതത്തെയും നിങ്ങൾക്ക് എതിർക്കാനൊരു പിന്നെ ഒരു യോഗ്യതയുമില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്നെ കാര്യവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മക്തി തങ്ങൾ അന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, പുസ്തകങ്ങൾ ഇറക്കി എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് ഈ വിഗ്രഹാരാധനയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് പരിഹസിക്കും. അപ്പോൾ നിങ്ങളും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കന്യാമറിയമിൻ്റെയും അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഒക്കെ വിഗ്രഹങ്ങൾ നിങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്, ബൈബിളിൽ ആകാശത്തോ ഭൂമിയിലുള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുക, അതിനെ സാഷ്ടാംഗം നമിക്കുകയോ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രതിമ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം അടക്കം പറഞ്ഞുകൊണ്ടാണ് മക്തി തങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, അന്ന് അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതായത് ഹിന്ദുക്കളുടെ വിഗ്രഹാരാധനയെ പുച്ഛിക്കാനും പരിഹസിക്കാനും നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല, നിങ്ങൾ അതന്നെ ചെയ്യുന്നുണ്ട് എന്നടക്കം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെയും കൂടി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് മക്തി തങ്ങളെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വന്നത്. അത് വളരെ പിന്നെ കൃത്യമായി തന്നെ അത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പ്രതിരോധങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നു, അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. ഒരുപാട് മിഷണറിമാർ അതിൻ്റെ തുടർച്ചയായിട്ടും ഒരുപാട്, പക്ഷേ മുസ്ലിങ്ങൾക്ക് അതൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് ആയിരുന്നില്ല. മക്തി തങ്ങളെ പോലുള്ള കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെ, അതിന് ഒരുപാട് കാലശേഷമാണ് ഉണ്ടാകുന്നത്. മിഷണറിമാരുടെ പ്രവർത്തനം വളരെ കോർഡിനേറ്റഡ് ആയി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ളതാണ് നിച്ച് ഓഫ് ട്രൂത്ത് പോലെയുള്ള സംവിധാനങ്ങൾ പിന്നീട് ഉണ്ടാവുന്നത്. പല ആൾക്കാരും മനസ്സിലാക്കുന്നത് വെച്ചാൽ നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെയാണ് ഈ ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾ തുടങ്ങിയത് എന്നൊക്കെയാണ്. ഈ വർഗീയത പടർത്താൻ തുടങ്ങിയത് നിച്ച് ഓഫ് ട്രൂത്ത് ആണ്. ഒന്നാമത് വർഗീയത അല്ല പറയുന്നത്, രണ്ടാമത്തെ കാര്യം ഇവരല്ല തുടങ്ങിയത്. മാത്രമല്ല അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിനെ കുറിച്ച് സീറോ നോളജ് അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ വല്ലതുണ്ടെങ്കിൽ അതുള്ളവർക്ക് മാത്രമേ അത് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പതിറ്റാണ്ടുകളായിട്ട്, നൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്രത്തോളം ഇവിടെ മിഷണറിമാരുടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനോടുള്ള പ്രതികരണമായി ഇവിടുന്ന് മക്തി തങ്ങളെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് അതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലക്ക് നിച്ച് ഓഫ് ട്രൂത്ത് പോലുള്ള സംവിധാനങ്ങളും MM അക്ബർ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായി വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഈ എന്താ പറയുക വിവേകമില്ലാത്ത കുറെ ആളുകൾ അതിന്റെ കമന്റുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ MM അക്ബർ സാഹിബിന്റെ വീഡിയോന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒക്കെ വീഡിയോന്റെ കമന്റ്സിൽ വന്നിട്ടും നിങ്ങളാണ് ഇതൊക്കെ തുടങ്ങിയത്, അന്യമത വിദ്വേഷം പറയാൻ, അന്യമതങ്ങളെ പരിഹസിക്കൽ, പുച്ഛിക്കൽ, അവരുടെ കുറവുകൾ
എടുത്തുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളാണ് തുടങ്ങിയത്, എവിടെ ഒന്ന് അങ്ങനെ പരിഹസിക്കുന്നില്ല. അല്ല, ഇതില് കാരണം വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് നമ്മളിത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അക്ബർ സാഹിബിന്റെ ഏത് സംവാദങ്ങളും വീഡിയോകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഇപ്പം ഈ പരിഹസിക്കുക, നിന്ദിക്കുക എന്നുള്ളതൊക്കെ ഇപ്പം യുക്തിവാദികൾ ചെയ്യുന്നതിൻ്റെ 100-1 പോട്ടെ, അതിൻ്റെ 1000-1 അക്ബർ സാഹിബിൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു ടോണിൽ പോലും ഉണ്ടാവില്ല. അപ്പം അത്രയും കൃത്യമായിക്കൊണ്ടാണ് അദ്ദേഹമൊക്കെ അത് ഒരു ഇന്റർഫെയ്ത്ത് ഡയലോഗുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി, അതെ, ആ സെൻസിറ്റിവിറ്റി അടക്കം ഒന്ന് പരിഗണിച്ചു കൊണ്ടുവേണം സംസാരിക്കാൻ. ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതായത് നിങ്ങൾ വിശ്വസിക്കാത്ത ദൈവങ്ങളൊന്നും നിങ്ങൾ ആക്ഷേപിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ ഒരു ഡിബേറ്റ് മര്യാദ എങ്ങനെയാണ് ഇസ്ലാം മറ്റുള്ള മതങ്ങളെ സമീപിക്കാൻ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് കൃത്യമായിക്കൊണ്ട് അത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വർഗീയത ഉണ്ടാക്കുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒന്നും അത്തരത്തിലുള്ള സംവാദങ്ങളിൽ മുഹമ്മദ് സാഹിബ് ആകട്ടെ, അതിനു മുമ്പുണ്ടായിരുന്ന മക്തി തങ്ങളാകട്ടെ, അവരുടെ ഒന്നും എഴുത്തുകളിൽ അത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ മറുഭാഗത്ത് പലപ്പോഴും വളരെ നിന്ദിക്കുന്ന, വളരെയധികം ആക്ഷേപിക്കുന്ന പദപ്രയോഗങ്ങൾ ഹിന്ദു മതത്തിന് നേരെയും അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിന് നേരെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി മറുഭാഗത്ത് വളരെ അവധാനതയോടുകൂടിയുള്ള സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, മുസ്ലിങ്ങളുടെ അടുത്ത് എന്താ പോകാത്തതെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ അടുത്ത് വളരെ കോർഡിനേറ്റഡ് ആയ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. വർഷങ്ങളോളം ആളുകൾ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ഒരുപാട് പതിറ്റാണ്ടുകൾ അതിനുവേണ്ടി സമ്പത്തും അധികാരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ നടക്കാത്തതുകൊണ്ട് അവരിപ്പം കുറച്ചതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് പോകാത്തതിൽ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്ഷണിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സുകളിലേക്ക് നിങ്ങൾ വരിക, നമുക്ക് തൃത്വം ചർച്ച ചെയ്യാം. യേശു ആരാണ്, യഹോവ ആരാണ്, യഹോവ തന്നെയാണോ യേശു, ഈ 3 ആളത്തങ്ങൾ ഒരേ ദൈവമാണോ, അല്ല ഏകദൈവം മാത്രമാണോ, അബ്രഹാം പഠിപ്പിച്ച, മോസസ് പഠിപ്പിച്ച ദൈവം ആരാണ്, അതിൽ ഈ തൃത്വം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ചർച്ചകളൊക്കെ ഇനിയും ആവാവുന്നതാണ്. അത് വളരെ ആരോഗ്യകരമായൊരു അവസ്ഥയിലായിരിക്കണം. അല്ലാതെ ഒരു സമൂഹത്തിന് നേരെ വിദ്വേഷം ഉണ്ടാക്കുക, അവരെ എങ്ങനെയെങ്കിലും പൊളിറ്റിക്കലി ഇല്ലാതാക്കണം, അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സൈഡാക്കണം, അങ്ങനെയുള്ള ഒരു ചിന്തക്കപ്പുറത്തേക്ക് ആശയപരമായ ചർച്ചകൾ നമുക്ക് ആവാം. അതിന് മുസ്ലിങ്ങൾ എപ്പോഴും അതിന് തയ്യാറാണ്. മുസ്ലിങ്ങൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരു വർഗീയമായി കാണുന്നതിന് പകരം, പൊളിറ്റിക്കലി അതിനെ ഭയങ്കരമായൊരു ഇൻസെക്യൂരിറ്റിയോടുകൂടി കാണുന്നതിന് പകരം വളരെ സ്വതന്ത്രമായ മനസ്സോടുകൂടി സ്വന്തം ആശയത്തെ പോസിറ്റീവായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മറ്റ് ആശയങ്ങളെ കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും അതിനോട് ഇൻ്റലക്ച്വലി അതിനോട് എൻഗേജ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു കാര്യം. അങ്ങനെയാണ് ജനാധിപത്യപരമായ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയങ്ങളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വഴിയെ നമുക്ക് ചാനലിലൂടെ നടത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം വീഡിയോകൾ എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.